നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ നിനക്ക് വിട്ടുതരാൻ എനിക്ക് യാതൊരുവിധ പ്രയാസവും. പക്ഷെ അവന് വീണ്ടും നിന്നോട് സ്നേഹം തോന്നണം. അതുകൊണ്ട് എന്നെ ശത്രുവായി കണ്ട് എന്നോട് മല്ലിടാൻ നിൽക്കാതെ നീ നിന്റെ ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ നോക്ക്. ഓക്കേ? വിശാൽ സർ, എടോ തന്നെ ഒന്ന് തനിച്ച് കിട്ടണമെങ്കിൽ തപസ് ചെയ്യണമല്ലോ. അതെ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്താടോ ഞാൻ പറഞ്ഞ സത്യമല്ലേ? സർ, എനിക്ക് ഇത്തിരി ജോലി ഉണ്ടായിരുന്നു. ഓ, തനിക്ക് അതാണല്ലോ പ്രധാനം. ജോലിയൊക്കെ ചെയ്തു തീർന്നതിന് ശേഷമല്ലേ തനിക്ക് എന്റെ മുഖം ഓർമ്മ വരൂ. അയ്യോ, എന്റെ പൊന്നു പിണങ്ങിയോ? എന്റെ സാറേ, എന്തൊക്കെ ജോലിയുണ്ടെങ്കിലും എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ പാറുവിന്റെ ഉള്ളില് എപ്പോഴും സാറിന്റെ മുഖം തന്നെയായിരിക്കും. ആ സർ, സാറ് സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പോ? എന്താ വേണ്ട? അതെ, ആ റിയ ഫോണിൽ ആരോടോ രഹസ്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കതില് നല്ല സംശയമുണ്ട്. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. സാർ അതിന് എന്നെ ഒന്ന് സഹായിക്കണം. എടോ, ഇതൊരു നല്ല നടപടിയൊന്നുമല്ല. റിയ വിനയുടെ ഗേൾഫ്രണ്ട് അല്ലേ? അവൾ ആരോട് എന്താ സംസാരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ പോകുന്നൊക്കെ ബോറല്ലേ? ഇതൊക്കെ വേണോ? അത് മാത്രമല്ല, എനിക്ക് ഈ വക പരിപാടിയൊന്നും അത്ര വശമില്ല താനും. റിയ ഇപ്പൊ ആരോടെങ്കിലും സംസാരിച്ചോട്ടെ, അതിനിപ്പം നമുക്കെന്താ? സർ, ഇത് ഒരു നിസ്സാര കാര്യമല്ല. അവളുടെ ആ ഫോൺ കോളുകളിൽ എന്തൊക്കെയോ ഗൗരവമായിട്ടുള്ള വിഷയമുണ്ട്. സർ, വിനയ്ക്ക് പോലും അറിയാത്ത വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാനത് പറയാൻ കാരണങ്ങളുണ്ട്. മിക്കവാറും വിനയും പ്രഭാവതി അമ്മയും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താ റിയ ഈ രഹസ്യ സംഭാഷണം ഫോണിൽ നടത്തുന്നത്. അതായത് വിനയുടെയും പ്രഭാവതി അമ്മയുടെയും കണ്ണു വെട്ടിച്ചാണ് റിയ ആരോടോ ഫോണിൽ സംസാരിക്കുന്നതെന്ന്. സർ, റിയയുടെ ഫോൺ എങ്ങനെയെങ്കിലും കൈ കിട്ടിയിരുന്നെങ്കിൽ അവൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയായിരുന്നു. ആ ഫോൺ കിട്ടണം സർ. അതിനാ ഞാൻ സാറിന്റെ സഹായം ചോദിച്ചത്. സർ, എന്നെ സഹായിക്കണം. എടോ, അത് വേണോ? സർ, വേണം. നമുക്ക് ഗാർഗിയം കൂടെ കൂട്ടാം. കൂടുതലൊന്നും ആലോചിക്കണ്ട. സർ, എന്നെ സഹായിച്ചേ പറ്റൂ. പാർവതി CA അരവിന്ദനെ വിളിച്ച് അയാൾക്ക് എന്തോ ആപത്ത് വരുന്നെന്ന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അത് വിനയ് എങ്ങനെ അറിഞ്ഞു? അവൾ അരവിന്ദനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, അരവിന്ദന് ആപത്ത് വരാൻ പോകുന്നു പാർവതി എങ്ങനെ അറിഞ്ഞ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ചേച്ചിക്ക് അതൊക്കെ അറിയാൻ സാധിക്കും. നീ ഞങ്ങൾ പറയുന്നത് കേട്ടോ? മുഴുവൻ കേട്ടില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞത് കേട്ടു. നീ എന്താ പറഞ്ഞത്? എനിക്കത് വ്യക്തമായില്ല. ഒന്നുകൂടെ തെളിച്ചു പറ. എന്റെ ചേച്ചിക്ക് ചില ആപത്തുകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും. അങ്ങനെയായിരിക്കും CA അരവിന്ദൻ സാറിന് ആപത്ത് വരാൻ പോകുന്നെന്ന് ചേച്ചി പറഞ്ഞത്. നിന്റെ ചേച്ചിക്ക് എന്താ ദിവ്യദൃഷ്ടി വല്ലതും ഉണ്ടോ? ചേച്ചിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് പറയണോ? വേണ്ട, അത് പറയണ്ട. ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞ അത് പിന്നീട് പുലിവാലായാലോ? ഇവൾക്കാണെങ്കിൽ ചില മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാം.
അമ്മ എന്താ ആരും കാണാതെ ഈ മുറിക്കകത്ത് കയറി തെരഞ്ഞത്? മോളെ, അത് പിന്നെ അത് ഞാൻ ആചാര്യ വക്കീൽ ഏൽപ്പിച്ച ആ ഡോക്യുമെന്റ്സ് തേടിയല്ലേ അമ്മ വന്നത്? അതിനുവേണ്ടിയാണ് വന്നതെന്ന് ഈ സഞ്ചി കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ ഉരുളൊന്നും വേണ്ട. അയ്യോ പാവം, ആ ഡോക്യുമെന്റ്സ് കിട്ടിയില്ല അല്ലേ? എന്റെ പ്രഭാവതി അമ്മേ, ഈ സഞ്ചിയിൽ തിരഞ്ഞാലൊന്നും ആ ഡോക്യുമെന്റ്സ് കിട്ടാൻ പോകുന്നില്ല. അത് ഈ സഞ്ചിയിൽ നിന്നും നിങ്ങളൊക്കെ ചേർന്ന് അടിച്ചു മാറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ഇതിന്ന് എടുത്തു മാറ്റി നല്ല ഭദ്രമാക്കി വച്ചേക്കാം. ഓ, അത് ശരി. അല്ല, പ്രഭാവതി അമ്മയ്ക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ ആ വിൽപത്രത്തിന്റെ 2 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് തരുമായിരുന്നല്ലോ. ഫോട്ടോസ്റ്റാറ്റോ? അതെനിക്കെന്തിനാ? ഒന്ന് പ്രഭാവതി അമ്മയ്ക്ക് തലക്കിൽ വെച്ച് കിടന്നുറങ്ങാനും, മറ്റേത് അവിടുത്തെ സൽപുത്രൻ വിനയിന് തലയിൽ വെച്ച് കിടന്നുറങ്ങാനും. ഡീ, നിന്റെ സാമർഥ്യോ അതിബുദ്ധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ആ ഡോക്യുമെന്റ്സ് എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഈ പ്രഭാവതി അത് കണ്ടുപിടിച്ചിരിക്കും. അത് ഞാൻ കൈക്കലാക്കിയിരിക്കും. ആയിക്കോട്ടെ. എടീ, പ്രഭാവതി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നീ മനസ്സിൽ കുറിച്ചോ, ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. നമുക്ക് കാണാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളങ്ങ് ചെയ്യണം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയേ ഉള്ളൂ. വെറുതെ ആ വിനയം കൂടി നിങ്ങൾ ഈ കളിക്കിറക്കരുത്. എന്തിനാ വെറുതെ അവൻ കൂടി ബലിയാടാവുന്നേ? അവൻ കുറച്ചു കാലം കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. എടീ, എനിക്ക് നിന്റെ സാരോപദേശമൊന്നും കേൾക്കണ്ട. നാളുകൾ എണ്ണി നീ കാത്തിരുന്നോ പാർവതി. അധികം വൈകാതെ തന്നെ നിനക്കിവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. നിന്നെ ഞാൻ ഇവിടുന്ന് പടിയിറക്കി വിടും. പടിയിറക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.